അതല്ലാതെ ജയപരാജയം LDF പോലും ക്ലെയിം ചെയ്യുന്നില്ല. LDF പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മളിനിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വടകരയിൽ വലിയ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി, അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആണ് ഉണ്ടാക്കിയതെന്നുള്ളത് CPMന്റെ ആരോപണം. അത് വലിയ പഴയ നാദാപുരം കലാപത്തൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതിപ്പോൾ വർഗീയ പ്രചാരണം നടത്തുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലീഗിന്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെ എങ്ങനെ നമ്മളെ നടത്തിയാൽ ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങളൊരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഇത് ആ ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഞങ്ങളൊരു പ്രവർത്തകനും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉള്ള നല്ലൊരു സഹകരണവും സ്വീകാര്യതയും, കാരണം അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ മുസ്ലിം ലീഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം ആ ഒരു പ്രാമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകാര്യത എല്ലായിടത്തും ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ BJP പോകുന്ന നിരന്തര പ്രചാരണം നടത്തിയതാണ് CPM. ഇപ്പോൾ ഇടത് കൺവീനർ തന്നെ ഈ BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടെന്നുള്ള ആരോപണം വരുന്നു. എന്താണ് ലീഗിന്റെ? ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളില്ലേ. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് തുടങ്ങാം. ഇപ്പം അധികം നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ. ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. തങ്ങളിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട.